നഴ്സറികളിൽ നിന്നും റോസ് പ്ലാന്റിൻ്റെ തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ റീപോർട്ട് ചെയ്യേണ്ടതെന്നും ഏത് ടൈപ്പ് പോട്ടിംഗ് മിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. റോസ് തൈകൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ റീപോർട്ട് ചെയ്യാൻ പാടില്ല. അതിനെ 2 ദിവസം നമ്മുടെ ക്ലൈമറ്റുമായി നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറുമായി അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. 2 ദിവസത്തിന് ശേഷം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കണം. അതിന് ഞാൻ ചെയ്യുന്നത് പ്ലാന്റ് 3/4 ഭാഗം വെള്ളത്തിൽ മുക്കി വെച്ചേക്കും. ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മണ്ണെല്ലാം നന്നായിട്ട് പോയി കിട്ടും. 3/4 ഭാഗം മാത്രം മണ്ണ് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ വേര് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി മണ്ണ് അതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നെക്സ്റ്റ് പോട്ടിംഗ് മിക്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. റോസിന് എപ്പോഴും ലൂസ് സോയിലാണ് ഏറ്റവും നല്ലത്. വേരൊക്കെ പെട്ടെന്ന് വളരാനായിട്ട് ലൂസായിട്ടുള്ള സോയിലാണ് ഏറ്റവും ബെസ്റ്റ്. അതിനായിട്ട് ഞാൻ എടുക്കാറുള്ളത് മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അളവിൽ തന്നെ എടുക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഫംഗിസൈഡും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പോട്ടിംഗ് മിക്സ് റെഡി. ഈ പോട്ടിംഗ് മിക്സാണ് ഞാൻ സാധാരണയായി ഏത് പുതിയ റോസ് പ്ലാന്റ് വാങ്ങിച്ചാലും ഉപയോഗിക്കാറുള്ളത്. വേറെ വളമൊന്നും ചേർക്കാറില്ല. അടുത്തത് പോട്ടാണ്. ചെറിയ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. പോട്ടിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഈ പോട്ടിലേക്ക് പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷം വെള്ളത്തിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് റൂട്ടൊന്നും കട്ടാവാതെ എടുത്ത് അതിനകത്ത് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ പോട്ടിംഗ് മിക്സിലേക്ക് നടാവുന്നതാണ്. നല്ല ഉറപ്പിച്ച് നടുന്നതായിരിക്കും നല്ലത്. നല്ലോണം ടൈറ്റായിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ആടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പം പ്ലാന്റിന് വേരിന് ഷേക്കായി കഴിഞ്ഞാൽ അത് ചിലപ്പം കിളിക്കാൻ ചാൻസ് കുറവ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. ഇനി വേണ്ടത് ഹ്യൂമിക് ആസിഡ്. ഒരു 1/4 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും നന്നായിട്ട് വെള്ളം ഓവർഫ്ലോ ആവുന്നത് വരെ ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ ഇതിൻ്റെ മണ്ണ് നന്നായി നനയുകയുള്ളൂ. അതിനുശേഷം ഇതിനെ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഷെയ്ഡിൽ തന്നെ വയ്ക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം അതിനെ നല്ല വെയിലുള്ള സ്ഥലത്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 15 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ചെടി നല്ല സ്ട്രോങ് ആയിട്ട് പുതിയ ഷൂട്ട്സൊക്കെ വരാൻ തുടങ്ങും. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കൂ. പിന്നീട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളം ഒരാഴ്ചത്തേക്ക് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയോ ഇല്ലയോ എന്ന് നോക്കുക. അതിനുശേഷം വെള്ളം കൊടുക്കാം. അതും ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം കാറ്റില്ലാത്ത സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലം നോക്കി വെക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ലീഫൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഫുൾ സണ്ണിലോട്ട് മാറ്റാൻ പറ്റും. ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങളുടെ റോസും നന്നായിട്ട് കിളിച്ച് വരും. ഓക്കെ.